അയ്യോ വണക്കം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടി. വളരെയധികം സന്തോഷത്തിലാണ് മലയാളികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും മലയാളത്തിന് അർഹതപ്പെട്ട നേട്ടം കിട്ടിയിട്ടില്ല. എന്ത് നോക്കിയാണ് ഇവന്മാർ അവാർഡൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പറ്റം ഇപ്പുറത്ത് കയറുന്ന അലമുറയിടുന്നുണ്ട് ഗായ്സ്. അത് വേറൊരു നടൻ്റെയും ഫാൻസ് അല്ല, അത് നമ്മുടെ സ്റ്റാറിൻ്റെ ഫാൻസ് ആയിട്ടുള്ള, യെസ് ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുറേ കേട്ടുവാണാലുകളാണ് ഇവിടെ ഇരുന്ന് അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജുവേട്ടൻ്റെ ഗോട്ട് ലൈഫിന് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്നാണ് ഇവന്മാർ പ്രധാനമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയും, എനിക്ക് പൃഥ്വിരാജിനോട് വിരോധമായതുകൊണ്ട് ഞാൻ പൃഥ്വിരാജിനെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കാനായി ഇങ്ങനൊരു വാർത്ത ഫാബ്രിക്കേറ്റ് ചെയ്ത് പടച്ചു വിടുകയാണെന്നോ? അല്ല ഗൈസ്, നോ, നെവർ, ഞാൻ അങ്ങനെ ചെയ്യില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് എൻ്റർടൈൻമെൻറ്റ് തന്നെ ഈ വാർത്ത വെണ്ടയ്ക്കാക്ഷരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 72nd നാഷണൽ ഫിലിം അവാർഡ്സ്, ഫാൻസ് എക്സ്പ്രസ് ഡിസപ്പോയിൻമെൻറ്റ് ആസ് പൃഥ്വിരാജ് ദ ഗോട്ട് ലൈഫ് മിസ് ഔട്ട്. ഓ മൈ ഗോഡ്! ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. അത് വേറെ കാര്യം, കിട്ടാതിരുന്നല്ലോ എന്നുള്ളതാണ്. കിട്ടിയെങ്കിൽ എനിക്ക് വലിയ നിരാശയായി പോയനെ. അറിയാമല്ലോ, നമ്മുടെ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ ഇവിടെ കിടന്ന് കുറേ ജേർണലിസ്റ്റുകൾ പറയുമല്ലോ, നരേന്ദ്രമോദി അധികാരത്തിൽ കയറി, എനിക്ക് തൂങ്ങി ചത്താൽ മതി എന്നൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഞാൻ അങ്ങ് തുറന്ന് പറയാമല്ലോ, ഞാനങ്ങനെ മനസ്സിലൊന്നും വയ്ക്കാത്തൊരാളാണ്. ഞാൻ ഒരു നിഷ്കളങ്കനായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയും. കിട്ടിയില്ലല്ലോ, സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയിൽ ഫാൻസി ഡ്രസ് ഇട്ടതിന് അവാർഡ് തരാൻ പറ്റില്ല എന്നാണ് സത്യം പറഞ്ഞാൽ 72nd നാഷണൽ അവാർഡ് കമ്മിറ്റി പൃഥ്വിരാജിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു മാസ്റ്റർ പീസാണെന്നും അതിനുവേണ്ടി അതിഭീകരമായിട്ട് അദ്ദേഹം വലിയ രീതിയിൽ എന്ത് ചെയ്തു, അദ്ദേഹം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിന് എന്നുള്ളതാണ് ചോദ്യം. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ മുമ്പിൽ സ്റ്റാറിന് വല്ല വാല്യൂം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. പൃഥ്വിരാജിൻ്റെ ഫാൻസിന് ഇത് പിടിക്കില്ല, എനിക്കറിയാം. എനിക്കെതിരെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്, എന്നെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ യൂട്യൂബിലെ ചില കിഴങ്ങന്മാർ, അതെന്നെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി, കിഴങ്ങന്മാർ പൃഥ്വിരാജിനെതിരെ കിടന്ന് കുരയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്, ഐ ലവ് ഇറ്റ് റിയലി. എന്തായിരുന്നാലും അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ, കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റീച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. പൃഥ്വിരാജിൻ്റെ ഫാൻസൊക്കെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പറയുന്നതിന് ഇവർക്ക് കൗണ്ടർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെയൊക്കെ മറ്റേ സുരേഷ് ഗോപിയുടെ സിനിമ പൊട്ടുമ്പം നിനക്കൊന്നും ഇല്ലടാ എന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ലോകത്തിലെ നമ്പർ 1 ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. നീയൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ അവനൊക്കെ പറയാനുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ അതിൽ ലോജിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ഹീസ് എ സെൻട്രൽ മിനിസ്റ്റർ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് സുരേഷ് ഗോപിയുടെ കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ വാർത്ത ഞാൻ അടച്ചു വിട്ടതല്ല. ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ 72nd നാഷണൽ ഫിലിം അവാർഡ്സ് ബ്രോട്ട് ഹാപ്പിനെസ് ആൻഡ് സെലിബ്രേഷൻ ഫോർ മെനി വിന്നേഴ്സ് അക്രോസ് ഇന്ത്യൻ സിനിമ, ബട്ട് ഓൾസോ ഡിസപ്പോയിൻമെൻറ്റ് among section of movie lovers. Some films and artists were honored, but fans felt some of the year's most celebrated performance were snubbed. അയ്യോ ഒന്നുമില്ല, പെട്ടെന്ന് ഇതിങ്ങനെ വച്ചപ്പോൾ പെട്ടെന്ന് രാജുവേട്ടൻ്റെ ഒരു ഓർമ്മ വന്നു. അതാണ്, രാജുവേട്ടൻ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു കാണും. പണ്ട് പോലെ നമ്മൾ അശ്വന്ത് ഗോക്കൊക്കെ അങ്ങനെയാണ് രാജുവേട്ടനെ കളിയാക്കുന്നത്. നിങ്ങൾ ചുമ്മാ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. രാജുവേട്ടൻ ഓടി വന്ന് നിൽക്കുമ്പോൾ എന്നൊരു ഇതുണ്ട്, രാജുവേട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു ഇതുണ്ട്, രാജുവേട്ടൻ ഇപ്പോൾ ഈ മൈക്കിൽ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ രാജുവേട്ടൻ ഇങ്ങനെ കൊണ്ടുവരും. അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യം പറയട്ടെ, ടു ബി ഫ്രാങ്ക്, എനിക്ക് അയാളെ അഭിനയം ബേസിക്കലി ഇഷ്ടമല്ല. അഭിനയിക്കാൻ പുള്ളി മോശമാണ്, സീരിയസ്ലി. എനിക്ക് അയാളോട് വിരോധമാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഡയറക്ഷനിൽ പുള്ളി വേറെ ലെവലാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് പറയുക എന്നെക്കുറിച്ച്? അതായത് അഭിനയിക്കാൻ കൊള്ളത്തില്ല, എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ അഭിനയം കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം എനിക്കൊന്നും തോന്നാത്തത്. പുള്ളിയുടെ അഭിനയം വളരെ മോശമാണ്. ഗോട്ട് ലൈഫിലും വളരെ മോശമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗോട്ട് ലൈഫിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഗോട്ട് ലൈഫിൽ പൃഥ്വിരാജിനെ മാറ്റിയിട്ട് അതിനകത്ത് ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ ആ സിനിമ എവിടെ പോവേണ്ട സിനിമയായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണെങ്കിൽ ആ സിനിമ എവിടെ പോകേണ്ടതാണ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ബേസിക്കലി നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കാം, അത് നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടി? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ ചെയ്ത് തുറന്നു വെച്ച് നിങ്ങൾ പറയണം. അതിനിപ്പോൾ എൻ്റെ മണ്ടക്കിട്ട് കയറണം എന്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ന് ഞാൻ എല്ലാവരും അങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് തുടർന്ന് വായിക്കാം. അപ്പോൾ ഇത് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോക്കിംഗ് പോയിന്റ്സ് ഓൺ സോഷ്യൽ മീഡിയ വാസ് ദ ആബ്സെൻസ് ഓഫ് മേജർ അവാർഡ്സ് ഫോർ പൃഥ്വിരാജ് സുകുമാരൻസ് ദ ഗോട്ട് ലൈഫ്.
ഷോർട്ട്ലി ആഫ്റ്റർ ദ വിന്നേഴ്സ് വെയർ അനൗൺസ് ഹാഷ്ടാഗ്സ് ഫോർ ഫിലിംസ് ലൈക്ക് ഗോട്ട് ലൈഫ് ആൻഡ് ചിയാൻ തങ്കാളൻ ബിഗാൻ ട്രെൻഡിങ് ആസ് ഫാൻസ് എക്സ്പ്രസ്ഡ് ദെയർ ഒപ്പീനിയൻസ്. ഫാൻസ് ഒരുപാട് ഒപ്പീനിയൻസ് അവർ എക്സ്പ്രസ് ചെയ്ത് തള്ളിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ട്വിറ്ററിലൊക്കെയാണ് എക്സ്പ്രസ് ചെയ്ത് തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നാഷണൽ അവാർഡ്സ് ഡോണ്ട് സീം ആസ് ക്രെഡിബിൾ ആസ് ദേ യൂസ്ഡ് ടു ബി. ദ ടിങ് മെയ്യഴകൻ ദ ഗോട്ട് ലൈഫ് ടിങ് നാഷണൽ അവാർഡ്സ് കിട്ടിയില്ല, നമ്മൾ പ്രതിഷേധിക്കുന്നു, കിട്ടല്ലേ. ഹൗ ഡിഡ് ദ ഗോട്ട് ലൈഫ് ഡിഡ് നോട്ട് ഈവൻ വിൻ എ സിംഗിൾ അവാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗോട്ട് ലൈഫ് ഒരു സിംഗിൾ അവാർഡ് പോലും എന്തുകൊണ്ട് വിൻ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം എനിക്കിതിലൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഗോട്ട് ലൈഫ് പോലുള്ള സിനിമകളും ഒരു ഡയറക്ടർമാരുടെ മറ്റേ അതുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഒന്നും കൊണ്ട് സിനിമ എന്ത് ചെയ്യില്ല, സിനിമ വിജയിക്കുക പോലുമില്ല. ചിലപ്പോൾ വിജയിച്ചാൽ തന്നെയും അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്താൽ നടൻ്റെ ഹാർഡ് വർക്ക് ഒരു ഹാർഡ് വർക്കായിട്ട് പ്രേക്ഷകർക്കും തോന്നില്ല, അവാർഡ് കമ്മിറ്റിക്കും തോന്നില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ശങ്കർ എന്ന് പറഞ്ഞ വലിയ സംവിധായകനുണ്ടല്ലോ, ഈ ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വലിയൊരു സംവിധായകനായി തുടക്കം മുതലേ അറിയപ്പെട്ടത്? പോരാത്തതിന് ഡിജിറ്റൽ ഇന്ത്യ വന്ന ശേഷം ശങ്കർ തകർന്നു പോയത് എന്തുകൊണ്ടാണ്? ശങ്കറിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കറിൻ്റെ എല്ലാ പടത്തിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശങ്കർ വൻ പെയിൻ്റടിയാണ്. അതായത് ശങ്കർ നേരെ ഏതെങ്കിലും ഒരു വലിയ മറ്റേ ഈ ബ്രസീലിലെ റിയോ ഡി ജനീറോയോ അല്ലെങ്കിൽ അതുപോലത്തെ വലിയ ചേരി പ്രദേശങ്ങളൊക്കെ പോയിട്ട് അവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെ പെയിൻ്റ് അടിച്ച് അതിനകത്ത് മോഹൻലാൽ, മമ്മൂട്ടി, രജനീകാന്ത്, കമലഹാസൻ, MGR, ശിവാജി എല്ലാം ഇങ്ങനെ വരച്ച് വെക്കും. നമുക്ക് അതൊക്കെ ആദ്യത്തെ അനുഭവമാണ്, നമ്മളത് കണ്ടിട്ടില്ല. പോരാത്തതിന് നമ്മുടെ VFXലൊന്നും അത് കാണിക്കാനും പറ്റില്ല, കാണിച്ചാൽ കുളമായിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ കാണിച്ചു. പിന്നെ ശങ്കർ 7 അത്ഭുതങ്ങളിലും പോയി, ഒരു പാട്ടിന് 7 അത്ഭുതങ്ങളിലും പോയതാണ്. ഈ 7 അത്ഭുതങ്ങളിലും ഒരു പാട്ടിൽ പോയി ചെല്ലുമ്പോൾ നമ്മളെന്ത് പറയും? ബ്രഹ്മാണ്ഡം. പ്രൊഡ്യൂസറും പറയും ബ്രഹ്മാണ്ഡം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ശങ്കർ എന്ത് ചെയ്തു? വലിയൊരു സംഭവമായിട്ട് മാറി. ശങ്കർ ഇപ്പോൾ ഒരു പാട്ടെടുക്കുക തന്നെയാണെങ്കിലും ഒരു പാട്ടുണ്ടല്ലോ, എന്നോട് നീ ഇരുന്നാൽ, അതിൽ മറ്റേ വിക്രത്തിനെ ഒരു ഡെവിളായിട്ട് കൊണ്ടുപോകും. ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം 5-7 കോടി രൂപ മുടക്കിയെന്നാണ് റിപ്പോർട്ട്സ് ആ സമയത്ത് പുറത്തു വന്നത്. ഒരു പാട്ടിന് വേണ്ടി വിക്രത്തിനെ ഡെവിളാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യയും AI സാങ്കേതിക വിദ്യയും ഒക്കെ വന്ന ശേഷം ആഫ്റ്റർ രാജമൗലീസ് ബാഹുബലി ഇതൊക്കെ വന്നു കഴിഞ്ഞ ശേഷം സത്യം പറഞ്ഞാൽ നമുക്ക് AI കൊച്ചു പിള്ളേർ വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് മറ്റേ റീൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ പോലും ചെയ്തിടുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു ഹോളിവുഡ് നിലവാരമുള്ള വീഡിയോ ആണ് മലയാളത്തിൽ. അതായത് നമ്മളിങ്ങനെ ഈ കയ്യിൽ ഈ ടാബ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഈ ടാബിനെ വേണമെങ്കിൽ നമുക്കൊരു കരടിക്കുട്ടിയാക്കി മാറ്റാം, എന്നെ വേണമെങ്കിൽ ഒരു അയൺമാനാക്കി. ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അയൺമാൻ്റെ സൂട്ടൊക്കെ വന്ന് എൻ്റെ ദേഹത്തൊട്ടി ഈ സ്ക്രീനിൽ തന്നെ ഞാനൊരു അയൺമാനായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വൈകാതെ ഞാനതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഫീൽ. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോഴാണ് അവൻ്റെ പെയിൻ്റടിയും റോഡിൽ പടം വരപ്പും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ പൊളിഞ്ഞു പോയി. അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. പിന്നെ കഥയില്ല, അത് വേറെ കാര്യം. ചെറിയ കഥയൊക്കെ എടുത്തുകൊണ്ടാണ് ബ്രഹ്മാണ്ഡമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കഥയില്ല, അത് വേറെ കാര്യം. എന്ത് കഴിഞ്ഞാലും അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ബ്രഹ്മാണ്ഡമായിട്ട് ഇത്രയും പൈസയൊക്കെ ചിലവാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ കല എന്ത് ചെയ്യില്ല, അംഗീകരിക്കപ്പെടണമെന്നില്ല. ആ കല അങ്ങിപ്പോൾ ആദിപുരുഷൻ നമ്മൾ കണ്ടില്ലേ. ആദിപുരുഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രഭാസിനെ വെച്ചെടുത്ത പ്രഭാസിനെ വെച്ചെടുത്ത പടം ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ്. അമ്മച്ചിയാണ് ഇറങ്ങി ഓടാനും വയ്യ, അവസാനം ഗ്യാസിലിരുന്ന് ഉറങ്ങി. അത് തന്നെ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു പാക്കറ്റ് പോപ്കോണൊക്കെ വാങ്ങിച്ച് മടമടാതുന്നതുകൊണ്ട് ഗ്യാസിലിരുന്ന് ഉറങ്ങി. സത്യം പറഞ്ഞാൽ ഒരു ഡ്രാക്കുള സിനിമ കാണും പോലെ ഇരുന്നു. രാമായണമാണ് കാണാൻ പോയത്. ഹനുമാനൊക്കെ എവിടെ നിന്ന് വരണമെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടുമില്ല. പോരാത്തതിന് സീതയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ഒരു വലിയ വവ്വാലിൻ്റെ പുറത്തിരുത്തിയിട്ടാണ് സീതയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ ഈ ജാപ്പനീസ് രാമായണമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കാർട്ടൂണിലൊക്കെ വരുന്നത്, അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് പോയത്. അതിൽ രാമനാണെങ്കിൽ ഇടി കൊണ്ട് നൂരുന്നു. പോരാത്തതിന് രാമനാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് രാമൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വിജയ് കുരുവി സിനിമയിൽ മറ്റേ ഇതും ബങ്കറും പുത്തും ഇങ്ങനെ മുകളിലോട്ട് വരില്ലേ, അതുപോലെ രാമൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വാൻ ഹെൽസിങ്ങിൽ വരുന്ന പോലെ കുറേ ഡ്രാക്കുളമാരും കുറേ ബീസ്റ്റുകളും ഇങ്ങനെ രാമനെ ആക്രമിക്കാൻ വരുന്നത്. ഇതൊക്കെ ഏത് രാമായണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനത്തെ അത് 500-600 കോടിയല്ല ആ പടം എന്ന് പറയുന്നത്. പൊട്ടിപ്പോയി. അത് വലിയ ഹാർഡ് വർക്കാണ്, പക്ഷേ പൊട്ടിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഹാർഡ് വർക്കിനല്ല പ്രാധാന്യം, സ്മാർട്ട് വർക്കിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ലൂസിഫർ അടിപൊളി പടമായിരുന്നു, രക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു. മോഹൻലാലിൻ്റെ അത് രജനീകാന്ത് തമിഴിൽ റീമേക്ക് ചെയ്യാനായിട്ട് വിളിച്ചതാണ്. അണ്ണം പോയില്ല, നമ്മുടെ പൃഥ്വിരാജ് അണ്ണം പോയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും പൃഥ്വിരാജിൻ്റെ ഫാൻസ് ഒരു പൊടിക്കടങ്ങണം, അണ്ണനൊരു നല്ല കാലം ഇനിയും വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിശാഖിൻ്റെ ഒരു പടം വരുന്നുണ്ടല്ലോ, ഖിലാഫത്ത, അങ്ങനെ ഒരു പടം വരുന്നുണ്ട്. അതുപോലത്തെ ഒരു പടം പൃഥ്വിരാജ് അണ്ണന് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് അണ്ണൻ്റെ ആ ഒരു വീണ്ടും ആ ഒരു സംഭവം
സംഭവം തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഞാനങ്ങനെ മനസ്സിലുള്ളതുള്ളതുപോലെ ഞാനങ്ങ് പറയും. അത് നിഷ്കളങ്കത കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. എന്തായിരുന്നാലും നമ്മൾ ഈ ഓരോ പടങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അയ്യോ ഇതെൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അയ്യോ എനിക്ക് അങ്ങനെ അറിയാവുള്ളൂ, അയ്യോ ഇത് കല, അങ്ങനെയൊന്നും പറയുന്നില്ല. മുടിഞ്ഞു പോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല, മനസ്സിലായില്ലേ? അതായത് ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്നെ പൃഥ്വിരാജ് വിരുദ്ധനെന്ന് താഴെ വന്ന് ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെയാണ് സോ വാട്ട് എന്നുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇത്. പൃഥ്വിരാജിനെ തെറിയൊന്നുമില്ലല്ലോ പറയുന്നത്, ഒരു വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിലിപ്പോൾ എന്താണ് തെറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹമാണ്, ഇനിയിപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹം എന്നിൽ മാത്രം ഒതുങ്ങുന്നൊരു സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്ന എല്ലാ പൃഥ്വിരാജ് ഫാൻസിനോടും ഞാൻ വലിയ രീതിയിലുള്ള എൻ്റെ ബാഷ്പാഞ്ജലികൾ നേരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തവണയെങ്കിലും അണ്ണനൊരു നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ആശംസിക്കാം. അപ്പം ശരി.